നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ 2014 മുതൽ 2025 മൂന്നാം ടൈം വരെയുള്ള അദ്ദേഹത്തിൻ്റെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ വളരെയധികം മുമ്പോട്ട് പോയി. അത് അടിസ്ഥാന സൗകര്യ മേഖലയുടെ കാര്യത്തിലാണെങ്കിലും സാമൂഹിക പദ്ധതികൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നിവയിലാണെങ്കിലും അന്താരാഷ്ട്ര ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും ഇന്ത്യയെ വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകാൻ മോദിക്ക് കഴിഞ്ഞ 12 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ഭരണ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതിൽ ആദ്യത്തേത് അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അച്ചീവ്മെൻറ്റ് വരുന്നത്. അതിലൊന്നാമത്തേതാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ആധാർ, UPI, ഡിജിലോക്കർ എന്നിവയുടെ വികാസം ഒരു ഏകീകൃത ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയെയും ഇടപാട് ആവാസ വ്യവസ്ഥയും സൃഷ്ടിച്ചു. ഡിജിറ്റൽ പേയ്മെൻറ്റുകളും ഫിൻടെക് നവീകരണത്തിലും ഇന്ത്യ ആഗോള നേതാവായി മാറി. അടുത്ത് 2017 നടപ്പാക്കിയ GST ആണ്. സംസ്ഥാനങ്ങൾ മുഴുവൻ ഏകീകൃത പരോക്ഷ നികുതി സംവിധാനം കൊണ്ടുവരാൻ മോദിക്ക് കഴിഞ്ഞു. ബിസിനസ്സുകൾക്കുള്ള ലളിതമായ അനുസരണവും സമ്പദ് വ്യവസ്ഥയുടെ ഔപചാരികവൽക്കരണവും GSTയിലൂടെ മോദിക്ക് നടപ്പാക്കാൻ സാധിച്ചു. സ്റ്റാർട്ടപ്പ് ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യയും. സംരംഭകത്വം ഉൽപ്പാദനം ഉത്തേജിപ്പിച്ചു. ഇന്ത്യ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളിൽ കുതിച്ചുചാട്ടം കാണുകയും ആഗോള വിതരണ ശൃംഖലയുടെ കേന്ദ്രമായി മാറുകയും ചെയ്തു. അടുത്ത നേട്ടം ഹൈവേ റെയിൽ വികസനത്തിലാണ്. ഭാരത്മാല, സാഗർമാല പദ്ധതികളിൽ വൻ നിക്ഷേപം നടത്താൻ മോദി ഗവൺമെൻറ്റിന് സാധിച്ചു. ബുള്ളറ്റ് ട്രെയിൻ സംരംഭങ്ങളും റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണങ്ങളും എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ്. അടുത്ത സാമൂഹ്യക്ഷേമത്തിനും പൊതുജന ആരോഗ്യത്തിനും വേണ്ടിയുള്ള പദ്ധതികളാണ് നോക്കാനായി പോകുന്നത്. അതിലൊന്നാമത്തേത് സ്വച്ഛ് ഭാരത് അഭിയാനായിരുന്നു. 2014 100 ദശലക്ഷത്തിലധികം ശൗചാലയങ്ങൾ നിർമ്മിച്ചു. 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾ തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം മുക്തമായി പ്രഖ്യാപിക്കാനും മോദിക്ക് സാധിച്ചു. അടുത്തത് ആയുഷ്മാൻ ഭാരതാണ്. 2018 ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും 7 കോടിയിലധികം സൗജന്യ ആശുപത്രി പ്രവേശനങ്ങളും ആയുഷ്മാൻ ഭാരത് മൂലം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുകയുണ്ടായി. പ്രധാനമന്ത്രി ആവാസ് യോജന. ഗ്രാമീണ നഗര ദരിദ്രർക്ക് താങ്ങാവുന്ന വിലയിൽ ഭവനം. സ്ത്രീകൾക്കും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും വേണ്ടി സബ്സിഡികൾ നൽകി ദശലക്ഷക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു. അടുത്തത് ജൻധൻ യോജനയാണ്. 50 കോടിയിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് സാമ്പത്തിക ഉൾപ്പെടുത്തൽ നടത്തുകയുണ്ടായി. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിനായി ആധാറും മൊബൈലുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. ഇനി കൃഷിയുടെയും ഗ്രാമവികസനത്തിൻ്റെയും മേഖലയിലെ നേട്ടങ്ങളാണ് നോക്കാനായി പോകുന്നത്. അതിലൊന്നാമത്തേത് PM കിസാൻ പദ്ധതിയാണ്. കർഷകർക്ക് 6000 രൂപ വാർഷിക വരുമാനം സഹായം നൽകുകയുണ്ടായി. അതായത് ഒരു വർഷം ഒരു കർഷകന് 6000 രൂപ 3 ഗഡുക്കളായിട്ട് 2000 രൂപ വെച്ച് 3 ഗഡുക്കളായിട്ട് മുഴുവൻ 6000 രൂപ കിട്ടുന്ന വളരെ നല്ലൊരു പദ്ധതി മോദി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പലർക്കും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് പലരും. 11 കോടിയിലധികം ആൾക്കാർക്കാണ് ഇങ്ങനെ ധനസഹായം കിട്ടിയിട്ടുള്ളത്. അടുത്ത് ഗ്രാമീണ വൈദ്യുതീകരണത്തിൻ്റെയും ജലലഭ്യതയുടെയും കാര്യത്തിലാണ് മോദിയുടെ ഭരണ നേട്ടം. 100% ഗ്രാമവൈദ്യുതീകരണം കൈവരിക്കാൻ മോദിക്ക് സാധിക്കുകയുണ്ടായി. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം എത്തിക്കുക എന്നതാണ് ജൽ ജീവൻ മിഷൻ്റെ ലക്ഷ്യം. അടുത്ത് രാഷ്ട്രീയവും തന്ത്രപരമായ നാഴികക്കല്ലുകളാണ്. അതിലൊന്നാമത്തേത് ആർട്ടിക്കിൾ 370 റദ്ദാക്കലായിരുന്നു. 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി അവസാനിപ്പിക്കുകയും വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കുറഞ്ഞ ഭീകരവാദം, 2024 തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ്, ഇതെല്ലാം കാണിക്കുന്നത് ജമ്മു കാശ്മീരിൽ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിലൂടെ സാധിച്ചു എന്നാണ്. അത് മോദിയുടെ നേട്ടമാണ്. അടുത്ത ട്രിപ്പിൾ തലാഖ് നിരോധനമാണ്. മുസ്ലിം സമൂഹങ്ങളിൽ തൽക്ഷണ വിവാഹമോചനം കുറ്റകരമാക്കി. അതായത് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾക്ക് ലിംഗനീതി ലഭിക്കേണ്ടതിന് ട്രിപ്പിൾ തലാഖ് നിരോധനം ഒരു ആവശ്യകതയായിരുന്നു. അത് നടത്താൻ സാധിച്ചു എന്നത് മോദി സർക്കാരിൻ്റെ നേട്ടമാണ്. അടുത്ത ആഗോള നയതന്ത്രവും തന്ത്രപരമായ സ്ഥാനനിർണ്ണയവുമാണ്. അമേരിക്ക, ജപ്പാൻ, മിഡിൽ ഈസ്റ്റ് എന്നിവയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി. ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ ഉറച്ച നിലപാട്. ഇന്തോ പസഫിക് തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രയും കാലം വളരെ നല്ല ബന്ധമായിരുന്നു മോദിജിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നത്. അടുത്ത ഭരണപരവും പൈതൃകപരമായ നേട്ടങ്ങളാണ്. ദൗത്യ നിർവഹണ ഭരണം. രാഷ്ട്രീയത്തെ സേവനമായി രൂപപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. അതായത് പലരും രാഷ്ട്രീയത്തെ കാണുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്.
എന്നാൽ മോദിയുടെ നയങ്ങൾ രാഷ്ട്രീയത്തെ സേവനമായി കാണുന്ന രീതിയിലായിരുന്നു. ഇനി അടുത്തതായി പറയേണ്ട നേട്ടം 3 തവണ ലോക്സഭയിൽ അടുപ്പിച്ച് വിജയിക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്നാണ്. ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഇങ്ങനെ 3 തവണ അടുപ്പിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് മോദിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ഇനി അടുത്തത് ഭരണപരവും ബ്യൂറോക്രാറ്റിക് പരമായ പരിഷ്കരണങ്ങളാണ്. അതിലൊന്നാമത്തേത് സ്വയം സാക്ഷ്യപ്പെടുത്തൽ നയമാണ്. സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ഷീറ്റുകൾ തുടങ്ങിയ രേഖകൾക്ക് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റേഷന്റെ ആവശ്യകത ഇല്ലാതാക്കി. വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും സർക്കാർ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്ന പൗരന്മാർക്കും ഉദ്യോഗസ്ഥതല സംഘർഷം കുറയ്ക്കുന്നതിന് ഇത് കാരണമായി. JM ട്രിനിറ്റി വിപ്ലവകരമായ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റങ്ങളും ഡിജിറ്റൽ ഇടപെടലുകളും സബ്സിഡികൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ കൃത്യമായി ലക്ഷ്യം വെക്കുന്നതിന് സഹായകരമായി. അടുത്ത പ്രതിരോധവും തന്ത്രപരവുമായ സ്വയംഭരണം. അതായത് നമ്മുടെ ഡിഫൻസ് മേഖലയിലെ നേട്ടങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ എടുത്തു പറയേണ്ടതാണ് പഹൽഗാം കൂട്ടക്കൊലയ്ക്കുള്ള കനത്ത മറുപടി. അതായത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ഇന്ത്യ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുകയുണ്ടായി. ഇത് മോദിയുടെ എടുത്തു പറയേണ്ട നേട്ടങ്ങളിലൊന്നാണ്. അടുത്ത റെക്കോർഡ് പ്രതിരോധ കയറ്റുമതിയാണ്. അതായത് തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകൾ, മിസൈലുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ പ്രതിരോധ ഉപകരണങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വളരെയധികം മുമ്പോട്ട് പോകാൻ സാധിച്ചു. അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവിടെ ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രോണുകളായിക്കോട്ടെ, മിസൈലുകളായിക്കോട്ടെ, അത് കയറ്റി അയച്ച് വൻതോതിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മോദിജിക്ക് സാധിക്കുകയുണ്ടായി. അടുത്തത് സാംസ്കാരികവും മതപരവുമായ നാഴികക്കല്ലുകളാണ്. അതിൽ എടുത്തു പറയേണ്ടതാണ് രാമമന്ദിർ ഉദ്ഘാടനം 2024. ഇന്ത്യയിലെ വളരെയധികം കാലമായി ഇന്ത്യയിൽ BJP വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു രാമമന്ദിർ ഉദ്ഘാടനം. അത് നടത്താൻ മോദിജിക്ക് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട നേട്ടമാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് മോദിജി പ്രധാന പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മതപരവും സാംസ്കാരികപരമായ ഒരു നവോത്ഥാനത്തിന്റെ രൂപപ്പെടുത്തലിനാണ് രാമമന്ദിർ ഉദ്ഘാടനം കാരണമായതെന്ന് പറയാതെ വയ്യ. അടുത്ത കണക്ടിവിറ്റി, ഗതാഗതം എന്നീ മേഖലകളിലാണ്. ഉഡാൻ പദ്ധതി പ്രാദേശിക വ്യോമ ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിൽ 70-ലധികം വിമാനത്താവളങ്ങൾ കൂട്ടിച്ചേർക്കുകയും പുനർജീവിപ്പിക്കുകയോ ചെയ്തു. 2ാം നിര 3ാം നിര നഗരങ്ങളിലേക്ക് വിമാനയാത്ര സാധ്യമാക്കി. അടുത്ത റെയിൽവേ നവീകരണത്തിൻ്റെ കാര്യത്തിലാണ്. അതിലെടുത്തു പറയേണ്ടതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ കടന്നുവരവ്. അതായത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളെ അവതരിപ്പിക്കാൻ മോദിജിക്ക് സാധിച്ചു. കൂടാതെ പ്രധാന സ്റ്റേഷനുകളുടെ നവീകരണം, റെയിൽ പാതകളുടെ വൈദ്യുതീകരണം എന്നിവയും എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ്. അടുത്തത് ആരോഗ്യപരവും പാൻഡമിക് പരവുമായ പ്രതികരണങ്ങൾ. അതിൽ ഒന്നാമതായി വരുന്നത് COVID-19 വാക്സിനേഷൻ ഡ്രൈവാണ്. ലോകത്തിലെ ഏറ്റവും വലുതും വേഗമേറിയതുമായ വാക്സിനേഷൻ ഡ്രൈവ് നടന്നത് ഇന്ത്യയിലാണ്. കോവിൻ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തത്സമയ ട്രാക്കിങ്ങും ഷെഡ്യൂളിങ്ങും പ്രാപ്തമാക്കി. അടുത്ത ഡിപ്ലോമസി ആൻഡ് സോഫ്റ്റ്വെയർ മേഖലയിലെ നേട്ടങ്ങളാണ്. ഗ്ലോബൽ ഔട്ട്റീച്ച് ക്യാമ്പയിനുകൾ, ഹൗഡി മോഡി, നമസ്തേ തുടങ്ങിയ പരിപാടികൾ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെ പ്രദർശിപ്പിച്ചു. ജപ്പാൻ, UAE, ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി. അടുത്ത് ഗ്രാമീണ വികസനവും സാമൂഹിക സമത്വവുമാണ്. സൻസദ് ആദർശ് ഗ്രാം യോജന. MPമാർ ഗ്രാമങ്ങൾ ദത്തെടുത്ത് അവയെ മാതൃകാ സമൂഹങ്ങളാക്കി മാറ്റി. ശുചിത്വം, വിദ്യാഭ്യാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.